നമുക്ക് ഹറക്കാത്ത് എന്ന് പറയും ചിഹ്നങ്ങൾ നോക്കാം. ആദ്യത്തേത് ഫത്തഹ്. ഫത്തഹ് അക്ഷരത്തിന് മുകളിലിടും. അപ്പോൾ വരുമ്പോൾ ആ അക്ഷരത്തിന് ആ എന്ന ശബ്ദം കൊടുക്കും. ഉദാഹരണം ബ എന്ന അക്ഷരത്തിന് മുകളിൽ ഫത്തഹ ഇടുമ്പോൾ ബ. രണ്ടിപ്പുറത്ത് നോക്ക്. നൂനിന് മുകളിൽ ഫത്തഹ ഇടുമ്പോൾ ന. താഇന് മുകളിൽ ഫത്തഹ ഇടുമ്പോൾ ത. വാവിന് മുകളിൽ ഫത്തഹ ഇടുമ്പോൾ വ. കാഫിന് മുകളിൽ ഫത്തഹ ഇടുമ്പോൾ ക. മീമിന് മുകളിൽ ഫത്തഹ ഇടുമ്പോൾ മീ. അടുത്ത രണ്ടാമത്തത് ഇകാരം കൊടുക്കുന്നത് കസർ. അത് അക്ഷരത്തിന് അടിയിലാണ് ഇടുന്നത്. ചരിഞ്ഞ വര അടിവശത്തിടും. ഇപ്പം ബാഇന് ഇട്ടപ്പോൾ ബാഇന് കസർ കൊടുത്തപ്പോൾ ബി. നൂനിന് കസർ കൊടുത്തപ്പോൾ നീ. താഇന് കസർ കൊടുത്തപ്പോൾ തി. വാവിന് കസർ കൊടുക്കുമ്പോൾ വി എന്ന് വായിക്കും. കാഫിന് കസർ കൊടുക്കുമ്പോൾ കി എന്ന് വായിക്കും. മീമിന് കസർ കൊടുത്തപ്പോൾ മീ എന്ന് വായിച്ചു. ഇത് ഇത്രയും അവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഓരോ അക്ഷരങ്ങളിൽ ചേർത്ത് നോക്കണം. അടുത്തത് നോക്ക്. മൂന്നാമത്തത് ഉകാരം കൊടുക്കുന്നത് ലമ്മ എന്നാണ് പറയുന്നത്. ഓക്കെ. ബാഇന് മുകളിൽ ലമ്മ കൊടുക്കുമ്പോൾ ബു എന്ന് വായിക്കും. താഇന് മുകളിൽ ലമ്മ കൊടുക്കുമ്പോൾ തു എന്ന് വായിക്കും. നൂനിന് മുകളിൽ ലമ്മ കൊടുക്കുമ്പോൾ നു എന്ന് വായിക്കും. തൊട്ട് താഴെ നോക്ക്. വാവിന് മുകളിൽ ലമ്മ കൊടുക്കുമ്പോൾ ഉ. കാഫിന് മുകളിൽ കൊടുക്കുമ്പോൾ കു. ലാമിന് മുകളിൽ കൊടുക്കുമ്പോൾ ലു. അതുപോലെ മറ്റക്ഷരങ്ങളിൽ ചേർത്ത് പറഞ്ഞു നോക്കണം. അടുത്ത നാലാമത്തത് സുക്കൂൻ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ അത് സ്വരം ആ ഇ ഉ എന്ന് കൊടുക്കൂല. ന് ബ് ത്. അപ്പം നോക്കൂ. ഉദാഹരണം ബാഇന് മുകളിൽ സുക്കൂൻ കൊടുക്കുമ്പോൾ ബ്. സൈനബ് എന്നൊക്കെ പറയത്തില്ലേ, ബ്. അടുത്തത് നോക്ക്. താഇന് മുകളിൽ കൊടുക്കുമ്പോൾ ത്. നൂനിന് മുകളിൽ കൊടുക്കുമ്പോൾ ന് അല്ലെങ്കിൽ ഇൻ എന്നുള്ള ശബ്ദം. വാവിന് മുകളിൽ സുക്കൂൻ കൊടുക്കുമ്പോൾ വ്. കാഫിന് മുകളിൽ സുക്കൂൻ കൊടുക്കുമ്പോൾ ക്. ലാമിന് മുകളിൽ സുക്കൂൻ കൊടുക്കുമ്പോൾ ല് അല്ലെങ്കിൽ ഇൽ എന്ന് പറയും. അതുപോലെ റായിന് മുകളിൽ കൊടുത്ത റ് അല്ലെങ്കിൽ ഇർ എന്ന് പറയും. ഓരോ അക്ഷരങ്ങളിലും എഴുതി നോക്കണം. അടുത്ത നമുക്ക് നോക്കാം. അഞ്ചാമത്തത് ഷദ്. ഷദ് എന്ന് പറയുന്നത് ഒരക്ഷരം ഇരട്ടിച്ച് പറയുന്ന ശബ്ദമാണ് കൊടുക്കുന്നത്. ഉദാഹരണം ബാഇന് മുകളിൽ നമ്മൾ ഷദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലെ ഡബ്ല്യു അല്ലെങ്കിൽ മലയാളത്തിലെ ധ അത് എഴുതുന്ന പോലെ ബ. അപ്പം ബായിന് മുകളിൽ ഷദ് കൊടുത്തിട്ട് ഫത്തഹ ഇട്ട ബ. അതുപോലെ താഇന് മുകളിൽ ഷദ് കൊടുത്ത് ഫത്തഹ ഇടുമ്പോൾ ഇത്ത. നൂനിന് മുകളിൽ ഷദ് കൊടുത്തിട്ട് ഫത്തഹ ഇടുമ്പോൾ ഇന്ന. അതുപോലെ കെസറിട്ട ബി, ഇത്തി, ഇന്നി അങ്ങനെ വായിക്കുക. അപ്പോൾ ബ. അങ്ങനെ നമ്മൾ ആ അക്ഷരങ്ങളെല്ലാ ചിഹ്നങ്ങളും നോക്കും. ബ. രണ്ടാമത് എഴുതിയ ബ, ബി, ബു, ബ്. തൊട്ട് താഴെ നോക്ക്. ഷ, ഷി, ഷു, ഷ്. അപ്പം ഫത്തഹ് ഇട്ടപ്പം ഷ, കസർ ഇട്ടപ്പം ഷി, ലം ഇട്ടപ്പം ഷു, സുക്കൂൻ ഇട്ടപ്പം ഷ്. ഷദ് ഇട്ടെങ്കിൽ ഷ എന്ന് പറയാം. അടുത്ത നോക്ക്. റാ എഴുതിയിരിക്കുന്നുണ്ടോ? റീ എഴുതിയിരിക്കുന്നുണ്ടോ? റു, റ്, ഇർ. ഇത് എഴുതിയിരിക്കുന്ന കണ്ടല്ലോ. ഇതുപോലെ ഓരോ അക്ഷരങ്ങളിലും ഹറക്കത്തുകൾ ചിഹ്നങ്ങൾ കൊടുത്താൽ നമുക്ക് വേണ്ടുന്ന ശബ്ദം ആ അക്ഷരത്തോടൊപ്പം കിട്ടുന്നതാണ്. അത് അറിയാത്തവർ ചേർത്ത് പഠിച്ച് നോക്കണം. അടുത്ത ക്ലാസ്സിൽ ദീർഘസ്വരങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇത് ഷോർട്ട് വവൽസ് എന്ന് പറയും. അതായത് ചുരുക്കി അ, ഇ, ഉ. അപ്പോൾ ദീർഘം വരുമ്പോൾ ആ, ഇ, ഉ എന്ന് വരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.